കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്ന് സർവീസ് റോഡിലേക്ക് താഴ്ന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റോഡിൽ തിരക്കുള്ള സമയത്ത് നിർമ്മാണത്തിലുള്ള പാതയുടെ വശത്തോട് ചേർന്ന് സർവീസ് റോഡ് വിണ്ടുകീറുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വാഹനങ്ങൾ നിരവധിയുള്ള സമയത്താണ് സംഭവം. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് താഴ്ന്നു പോകുന്നതും CCTV ദൃശ്യങ്ങളിലുണ്ട്. മൈലക്കാട് ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. അപകടത്തെ തുടർന്ന് മൈലക്കാട് അപ്രോച്ച് റോഡിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ദേശീയപാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകരുകയും ചെയ്തിരുന്നു. റോഡ് തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ട് തേടി. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത തകർന്ന് സർവീസ് റോഡിലേക്ക് താഴ്ന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. റോഡിൽ തിരക്കുള്ള സമയത്ത് നിർമ്മാണത്തിലുള്ള പാതയുടെ വശത്തോട് ചേർന്ന് സർവീസ് റോഡ് വിണ്ടുകീറുന്നതൊക്കെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ്. വാഹനങ്ങൾ നിരവധിയുള്ള ഒരു സമയത്തായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി സർവീസ് റോഡിലേക്ക് താഴ്ന്നു പോകുന്നതുമൊക്കെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മൈലക്കാട് ഉയരപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ഇന്നലെ വൈകിട്ട് 4 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് മൈലക്കാട് അപ്രോച്ച് റോഡിൽ വലിയൊരു ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാതയുടെ പാർശ്വഭിത്തിയിലെ കോൺക്രീറ്റ് സ്ലാബുകൾ ഇടിഞ്ഞു വീണ് സർവീസ് റോഡ് തകരുകയും ചെയ്തിരുന്നു. റോഡ് തകർന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തര റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്ന് വിശദീകരണം തേടി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. വാഹനങ്ങൾ ഉള്ള സമയത്താണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്.